കണ്ട എക്കാലത്തെയും മികച്ച നായകൻ ആരാണ്? ആദ്യ ലോക കിരീടം സമ്മാനിച്ച കപിൽ ദേവ് ആണോ? സുവർണ നിരയെ വാർത്തെടുത്ത ദാദാ സൗരവ് ഗാംഗുലിയാണോ? ഇന്ത്യക്ക് 3 ICC കിരീടം സമ്മാനിച്ച മഹേന്ദ്ര സിംഗ് ധോണിയാണോ? കിരീടമൊന്നും പേരിലില്ലെങ്കിലും ക്യാപ്റ്റൻസിയുടെ പേരിൽ പ്രശംസയേറെ കേട്ട വിരാട് കോഹ്ലിയാണോ? പേരുകൾ പലർക്കും പലതും പറയാനുണ്ടാകാം. അവരുടെ ഇടയിൽ നിശബ്ദനായി ഒരു നായകനുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് എക്കാലത്തെയും മികച്ച ചില നേട്ടങ്ങൾ സമ്മാനിച്ച രോഹിത് ശർമ്മ. ലോക ക്രിക്കറ്റിന്റെ ചരിത്രത്തിലാദ്യമായി ICCയുടെ 4 ടൂർണമെന്റുകളിലും ഫൈനൽ കളിച്ച ഏക നായകൻ രോഹിത് ശർമ്മയാണ്. ഏകദിന ലോകകപ്പിലും T20 ലോകകപ്പിലും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും ചാമ്പ്യൻസ് ട്രോഫിയിലുമായി ഇന്ത്യ തുടരെ ഫൈനൽ കളിച്ചു. T20 ലോകകപ്പിലും ചാമ്പ്യൻസ് ട്രോഫിയിലും ടീം കിരീടം സ്വന്തമാക്കി. നായകൻ മുന്നിൽ നിന്ന് നയിച്ചു. ഒപ്പമുള്ള താരങ്ങൾക്ക് വേണ്ടി, ടീമിന് വേണ്ടി എന്തിനും തയ്യാറുള്ള നായകനാണ് രോഹിത് ശർമ്മ. T20 ലോകകപ്പ് നേടിയതിനു ശേഷം പ്രതികരണത്തിനായി മാധ്യമപ്രവർത്തകർ എത്തിയപ്പോൾ ഇന്ത്യൻ പരിശീലകൻ രാഹുൽ ദ്രാവിഡ് ഇങ്ങനെ പറഞ്ഞു: രോഹിത് എന്ന താരത്തെക്കാൾ രോഹിത് എന്ന മനുഷ്യനെ ഞാൻ മിസ് ചെയ്യും. ടെസ്റ്റിൽ ഹിറ്റ്മാന്റെ റെക്കോർഡ് മറ്റേതൊരു ഫോർമാറ്റിലേതുപോലെ കണ്ണഞ്ചിപ്പിക്കുന്നതൊന്നുമല്ല. 67 ടെസ്റ്റുകളിൽ 12 സെഞ്ചുറി അടക്കം കുറിച്ചത് 4301 റൺസ്. പക്ഷേ അതിവേഗമുള്ള പടിയിറക്കം രോഹിത് ആഗ്രഹിച്ചതല്ല എന്ന് ഉറപ്പ്. ബോർഡർ ഗാവസ്കർ ട്രോഫിയിലെ മോശം പ്രകടനത്തിന് പിന്നാലെ അവസാന ടെസ്റ്റിൽ കളിക്കാതിരുന്നപ്പോൾ പോലും വിരമിക്കലിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്ന മറുപടിയാണ് രോഹിത് നൽകിയത്. തൊട്ടടുത്ത പരമ്പരയിലേക്ക് ടീം എത്തുമ്പോഴുള്ള വിരമിക്കൽ പ്രഖ്യാപനം വെറുതെ ഉണ്ടായതല്ല. ഒരർത്ഥത്തിൽ രോഹിത്തിനെ കൊണ്ട് വിരമിപ്പിക്കാൻ സെലക്ടർമാർക്കിടയിൽ ചരടുവലി ഉണ്ടായി എന്നതാണ് സത്യം. അടുത്ത ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലുള്ള ടീമിനെ ഉടൻ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ സെലക്ടർമാർ. IPL പിന്നാലെ ജൂൺ 20 ഇംഗ്ലണ്ടിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ പരമ്പര. രോഹിത്തിന്റെ ക്യാപ്റ്റൻസി ഒഴിവാക്കുമെന്ന സൂചനയാണ് ടീമിൽ നിന്ന് പുറത്തു വന്നത്. അഭ്യൂഹങ്ങൾ പരക്കുന്നതിനിടെയാണ് രോഹിത്തിന്റെ വിരമിക്കൽ പ്രഖ്യാപനം. ഇന്ത്യയെ ടെസ്റ്റിൽ നയിക്കാനായതിൽ അഭിമാനമെന്നും പിന്തുണച്ചവർക്ക് നന്ദിയെന്നും കുറിച്ച് ഒരു വിടവാങ്ങൽ. ഏകദിനത്തിൽ മാത്രം കളിക്കുമെന്ന പ്രഖ്യാപനം അടുത്ത ലോകകപ്പ് എന്ന സ്വപ്നം ഉള്ളിലുള്ളതിനാലാകാം. എന്നാൽ ഇപ്പോൾ 38 വയസ്സുള്ള രോഹിത്തിന് ഇനി എത്ര കാലം ടീമിൽ തുടരാനാകും എന്നതും മറ്റൊരു ചോദ്യം. രോഹിത് മാറിയാൽ ആരാകും ഇന്ത്യയുടെ നായകൻ? ജസ്പ്രീത് ബുംറയുടെ പേരിനാണ് മുൻതൂക്കം. നേരത്തെ രോഹിത്തിന്റെ അഭാവത്തിൽ ടീമിനെ നയിച്ച ബുംറയാണ് ഒന്നാമതായി പരിഗണിക്കപ്പെടുന്നത്. പക്ഷേ തുടർച്ചയായി പരിക്കേൽക്കുന്നതിനാൽ ബുംറയെ എല്ലാ മത്സരങ്ങളിലും കളിപ്പിക്കുന്നത് ഇന്ത്യയുടെ പരിഗണനയിൽ ഉണ്ടാകില്ല എന്നതാണ് ബുംറയ്ക്കുള്ള പരിമിതി. ഇന്ത്യൻ ടീമിന്റെ ഭാവിയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ 3 ഫോർമാറ്റിലും ടീമിന്റെ അവിഭാജ്യ ഘടകമായ ശുഭ്മാൻ ഗില്ലിന്റെ പേരിനാണ് മുൻതൂക്കം. IPL ഗുജറാത്തിന്റെ നായകൻ കൂടിയായ ഗില്ലിന്റെ നായക മികവ് ഭാവിയിൽ എന്തായാലും ഇന്ത്യൻ ടീം കണക്കാക്കുന്നുണ്ട്. ഏകദിന ടീമിന്റെ ഉപനായകൻ കൂടിയായ ഗില്ലിന്റെ പേരിനും സെലക്ടർമാർക്കിടയിൽ മുൻതൂക്കമുണ്ട്. സമകാലിക ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്ത താരങ്ങളിൽ ഒരാളായ KL രാഹുലിന്റെ പേരും നായകസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടേക്കാം. ടോപ്പ് ഓർഡറിലും മധ്യനിരയിലും ബാറ്റ് ചെയ്യാനുള്ള മികവും കീപ്പിംഗ് ആനുകൂല്യവും രാഹുലിന് നേട്ടമാകും. ടെസ്റ്റിൽ ഇന്ത്യക്കായി മികച്ച റെക്കോർഡുള്ള ഋഷഭ് പന്താണ് BCCIയുടെ പരിഗണനയിൽ ഉള്ള മറ്റൊരു താരം. ആരായാലും ആ പ്രഖ്യാപനം ഉടനുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. IPL പിന്നാലെ ഇന്ത്യയുടെ ആദ്യ പരമ്പര ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയാണ്. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലേക്ക് ജയത്തുടക്കം നൽകാൻ കരുത്തുള്ള നായകനെ കാത്തിരിക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം. 2021 2023 ഇന്ത്യക്ക് ഫൈനലിൽ നഷ്ടമായ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം 2027 ഇന്ത്യ സ്വപ്നം കാണുന്നു. എന്തായാലും രോഹിത്തിന്റെ ടെസ്റ്റിൽ നിന്നുള്ള പടിയിറക്കം കരിയറിന്റെ അവസാനമായെന്നു കൂടി ആരാധകർക്കുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഹിറ്റ്മാന്റെ ക്രീസിലെ വിസ്മയങ്ങൾ ഇനി ഏകദിന ജേഴ്സിയിൽ മാത്രം കാണാം ആരാധകർക്ക്.